ശ്രീ അനിൽകുമാർ, ഈ പറയുന്ന ജോപ്പനെ പിടിച്ചകത്തിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസാണ്, ശിവശങ്കരനെ പിടിച്ചകത്തിട്ടത് ഇഡിയുമാണ്. അതിനുള്ള മറുപടി വേഗം. അങ്ങേക്ക് അനന്തമായ സമയം തരികയല്ല, ഇതിനുള്ള മറുപടി വേഗം, എന്നിട്ട് അങ്ങയിലേക്ക് വരാം. അല്ല, അതാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു CD വിഴുകിയായിരുന്നല്ലോ. ആ പരാതിക്കാരിയുമായിട്ട് പാതിരാത്രിയിൽ മഹാഭാരതം പഠിപ്പിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. ആ കോൺഗ്രസിൻ്റെ ഭരണഘടന പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കെ മുരളീധരൻ പറയുന്ന ആ CD ഉണ്ടല്ലോ, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ വിഴുങ്ങിയത് എന്തിനാ? അത് ഏത് കേസായിരുന്നു? CD ഒന്ന് പുറത്തു വിട്ടേ. അപ്പോൾ ഇവരുടെ എല്ലാം പകൽ വെളിച്ചത്തിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാവുള്ളൂ. ചോദ്യം ഇതാണ്, അങ്ങ് ആദ്യം പറയുകയുണ്ടായി ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാലമായിരുന്നു അത് എന്ന്. അതിന് കൃത്യം ജിൻഡോയുടെ മറുപടി കാര്യം. അതെ, ആ ചങ്ങലയുടെ കാലത്താണ് പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് CD വിഴുങ്ങി, അവരുടെ ഫോൺ കോൾ രജിസ്റ്റർ പോലീസ് എടുത്തു. ആ എടുത്ത സാധനം DGP ഓഫീസിൽ നിന്നും വിഴുങ്ങിയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് പുറത്തു വന്നിട്ടില്ല, അത് നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച സംവിധാനമായിരുന്നു. അല്ലല്ല, ഈ CD-യുടെ കഥയല്ല അങ്ങ് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയാണ്. അതിന് കൃത്യമായ മറുപടിയാണ് ജിൻഡോ അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന അറസ്റ്റുകളെ താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതിന് മറുപടി അതിന് മറുപടിയുണ്ട്. ഈ സോളാർ കേസിലെ പണം തട്ടിപ്പ് നടന്ന മല്ലേലി ശ്രീധരൻ നായർ ഇങ്ങനെ നടന്നിട്ട് മല്ലേലി ശ്രീധരൻ നായർക്ക് നീതി കൊടുത്തോ? ബാക്കി പണം നഷ്ടപ്പെട്ടവർക്ക് നീതി കൊടുത്തോ? തോന്നാതിരിക്കാൻ അദ്ദേഹം നടത്തുന്ന ന്യായവാദങ്ങളാണോ ഇത്? താങ്കൾ എനിക്ക് വിഷമമില്ല, എന്റെ വാദം പൊളിഞ്ഞു. രണ്ട് വാദങ്ങൾക്ക് അങ്ങയുടെ മറുപടികൾ പൊളിയുകയാണ്. ഞാൻ പറയട്ടെ, അടപടലം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അതെ, അത് വിധിക്കാൻ വേണു ആയില്ല. വേണു ഇപ്പൊ തൽക്കാലം അവിടെ ഇരുന്നു. പക്ഷെ വേണു ആയിട്ടില്ല. എന്റെ വാദം പൊളിഞ്ഞു എന്ന് പറയാൻ ഞാൻ പറയട്ടെ, ആ പരിപാടി ഒന്നും വേണ്ട. ആ പരിപാടി വേണ്ട. അല്ല, കുറച്ചൊന്ന് പ്രകോപിതനാകും അനിൽകുമാർ, കാരണം അദ്ദേഹത്തിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ശ്രീ ജിൻഡോ വേഗം, എന്നിട്ട് നമുക്ക് അനിൽകുമാറിലേക്ക് പോവാം. ജിൻഡോ വേഗം. വാദം പൊളിഞ്ഞ് നിങ്ങൾ അവധിക്കുക. അല്ല വേണു, അദ്ദേഹം പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഴുങ്ങിയ CD CPM-ന്റെ 8.5 വർഷക്കാലമായിട്ട് കണ്ടെത്താൻ പറ്റില്ല. വിഴുങ്ങിയ CD പുറത്തേക്ക് വരുന്ന ഒന്നാമത്തെ അന്വേഷണം വരുമ്പോൾ സെക്രട്ടേറിയറ്റിലെ CCTV ഇടിമിന്നലേറ്റ് പോയെന്നും സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്ക് തീ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് സംഭവിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല.